എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബശ്രീക്ക് കീഴിൽ വിവിധ തസ്തികകളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കുടുംബശ്രീ മിഷന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ 2 തസ്തികകളിലെ ഒഴിവുകളിലാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ വഴി ജോലി നേടാൻ അവസരമുള്ളത്. നമുക്ക് ഈ തസ്തികകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ്, സ്ഥലം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. ആദ്യത്തേത് അഡീഷണൽ ഫാക്കൽറ്റി നിയമനമാണ്. കുടുംബശ്രീ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെന്ററിലേക്കാണ് അഡീഷണൽ ഫാക്കൽറ്റിയെ തിരഞ്ഞെടുക്കുന്നതിനായി കുടുംബശ്രീ അയൽക്കൂട്ട അംഗം ഓർ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷക കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത MSW ഓർ MBA HR ഓർ MA സോഷ്യോളജി ഓർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണ്. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം 25,000 രൂപയാണ്. പ്രായപരിധി 40 വയസ്സാണ്. 2025 ഒക്ടോബർ 15 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. ഇനി നിയമന രീതി നോക്കാം. 1 വർഷത്തിൽ താഴെയുള്ള താൽക്കാലിക നിയമനമായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവിനനുസരിച്ച് കാലാവധി ദീർഘിപ്പിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ മുഖേനയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഈ തസ്തികയിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നോ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 12 വൈകിട്ട് 5 മണി വരെയാണ്. അതുപോലെ തന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അയൽക്കൂട്ടാംഗം ഓർ ഓക്സിലറി അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയിൽ അഡീഷണൽ ഫാക്കൽറ്റി അപേക്ഷ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം: ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്തിന്റെ 2ാം നില, പട്ടം പാലസ് PO, തിരുവനന്തപുരം 695004. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമും കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 12 വൈകിട്ട് 5 മണി വരെയാണ്. ഇനി അടുത്ത തസ്തിക നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ വഴി തിരഞ്ഞെടുക്കുന്നത്. യോഗ്യത നോക്കാം. ജേർണലിസം ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ടെലിവിഷൻ ജേർണലിസം ഓർ പബ്ലിക് റിലേഷൻ എന്നിവയിൽ ഏതിലെങ്കിലും PG ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്വന്തമായി പത്രക്കുറിപ്പുകൾ, വീഡിയോ സ്റ്റോറികൾ തയ്യാറാക്കാൻ കഴിവുള്ളവരായിരിക്കണം. സ്വന്തമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രവർത്തന കാലയളവ് 1 വർഷമാണ്. പ്രതിമാസ സ്റ്റൈപ്പൻഡായി 10,000 രൂപയാണ് ലഭിക്കുന്നത്. കൂടാതെ പരമാവധി 5,000 രൂപ യാത്രാ ഭത്തയും അനുവദിക്കുന്നതാണ്. ഈ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2025 നവംബർ 10 രാവിലെ 11 മണിക്കാണ്. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കുടുംബശ്രീ ജില്ലാ മിഷൻ കാര്യാലയം, 2ാം നില, ജില്ലാ പഞ്ചായത്ത് കെട്ടിടം, പട്ടം, തിരുവനന്തപുരം. താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും ആയതിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബയോഡാറ്റയും സഹിതം ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും നോട്ടിഫിക്കേഷനും കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.